ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കഴിക്കാൻ തയ്യാറായത് മറ്റൊന്നുമല്ല, എനിക്ക് പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന പെയിന് വേണ്ടിയിട്ടായിരുന്നു പ്രൊഡക്റ്റ് ഉപയോഗിച്ചത്. പീരീഡ്സ് ആയി കഴിഞ്ഞാൽ തൊട്ടിൽപ്പാല ഇക്ര ഹോസ്പിറ്റലിലെ ഇഞ്ചക്ഷൻ എടുത്താൽ മാത്രം നിൽക്കുന്നൊരു പെയിനായിരുന്നു. സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ നേരെ ഓട്ടോ കൂട്ടി അല്ലെങ്കിൽ ജീപ്പ് കൂട്ടി വന്ന് നേരെ പോവുക തൊട്ടിൽപ്പാല ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ നിന്ന് ഇഞ്ചക്ഷൻ എടുത്താൽ അന്ന് വൈകുന്നേരം വരെ ഭക്ഷണമോ വെള്ളമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു മയക്കം തന്നെയായിരിക്കും. അങ്ങനെ 2-3 പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന സമയത്താണ് ബാബുരാജ് സാറ് ഒരു സമയത്ത് വീട്ടിൽ വന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കഴിക്കാൻ തയ്യാറായി. എനിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ആദ്യം ഫീൽ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഞാൻ 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പീരീഡ്സിൻ്റെ യാതൊരു പ്രശ്നവും ഇപ്പോൾ 2 വർഷത്തിന് മുകളിലായിട്ട് ഒരു പ്രശ്നവും ഞാൻ അനുഭവിക്കുന്നില്ല. എനിക്ക് 8 വർഷമുള്ള മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ യാത്രകൾ പറ്റൂല, അതുപോലെ തന്നെ ഇതുപോലുള്ള ലൈറ്റുകൾ, അതുപോലെ പ്രോഗ്രാംസ്, ഇപ്പോൾ ഇതുപോലുള്ള പ്രോഗ്രാംസ് എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വീട്ടിലെത്തി തലക്ക് തുണി കെട്ടിയിട്ട് കിടക്കുന്നൊരു കണ്ടീഷനായിരുന്നു. അപ്പോൾ 8 വർഷമുള്ള മൈഗ്രെയിൻ എനിക്ക് റിസൾട്ട് കിട്ടി. പിന്നെ ഏറ്റവും വലിയ റിസൾട്ട് എന്ന് വെച്ചാൽ എൻ്റെ അറിവ് വെച്ച കാലം മുതലേ ഉള്ളൊരു പ്രോബ്ലം ആയിരുന്നു എനിക്ക് കാലിന് വാതപ്പൊട്ടിൻ്റെ പ്രശ്നം. തണുപ്പ് സമയമായാലും കാല് നിലത്ത് വെക്കാൻ പറ്റൂല, ബ്ലഡ് വരുന്നൊരു കണ്ടീഷനായിരുന്നു. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. ഐപൾസിൽ മാറുന്നൊരു വിഷയം, അങ്ങനെ ഒരു ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇപ്പം സങ്കടപ്പെടുന്നുണ്ട്. അന്നത്തെ കാലിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ ആളുകൾ പറയുന്നതെല്ലാം റെഡിക്ക് കാണിച്ചു കൊടുക്കാൻ തന്നെ പറ്റുമായിരുന്നു. അത്രക്കും ഇതായിട്ടായിരുന്നു കാല് അടി മുറിഞ്ഞിട്ട് ബ്ലഡ് വരുന്നൊരു കണ്ടീഷൻ. സ്കൂളുകളിൽ അച്ഛൻ എടുത്ത് കൊണ്ടുപോലുള്ള ദിവസങ്ങൾ വരെ ഉണ്ട്.